ഇത് നമ്മൾ നല്ല കൊഞ്ച് തീയലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. കൊഞ്ചിന്റെ കൂടെ വെള്ളരിക്കയും ചെറിയ ഉള്ളിയൊക്കെ ചേർത്ത് തേങ്ങ വറുത്തരച്ച് വെക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള കൊഞ്ച് തീയലാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മളിന്ന് ചട്ടിയിലാണ് വെക്കുന്നത്. ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും കുറച്ച് ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ വറ്റൽമുളകും കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചും കൂടെ ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റണേ. ഇത് നന്നായിട്ട് വഴന്ന് വരുമ്പോഴത്തേക്ക് അതിലേക്ക് കൊഞ്ച് ചേർത്ത് കൊടുക്കണം. അത്യാവശ്യം വലിയ കൊഞ്ചാണ് നമുക്ക് കിട്ടിയത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒന്ന് രണ്ടെണ്ണമൊക്കെ കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ വയറ് നിറയും. അത്രയും നല്ല വലിപ്പമുള്ള കൊഞ്ചായിരുന്നേ. അപ്പോൾ അതൊന്ന് നന്നായിട്ട് വഴന്ന് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെള്ളരിക്കയും കൂടെ ചേർത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് മൂടി അങ്ങോട്ട് വെച്ച് വേവിക്കണേ. വെന്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ സാധാരണ വറുത്തരച്ച മസാല ഉണ്ടാക്കില്ലേ, ആ മസാല അങ്ങോട്ട് അരച്ചെടുത്ത് അതും കൂടെ ചേർത്ത് കുടംപുളിയും കൂടെ ചേർത്ത് ചാറ് കുറുകി വരുമ്പോഴങ്ങോട്ട് എടുത്താലുണ്ടല്ലോ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. പക്ഷേ ഇതുണ്ടാക്കിയാലുണ്ടല്ലോ അന്ന് കഴിക്കുന്നതിലും രുചി പിറ്റേ ദിവസം കഴിക്കുന്നതാണ്. വേറൊന്നുമില്ല, നല്ല തേങ്ങ നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നതിന് വറുത്ത് അരച്ചങ്ങോട്ട് ചേർത്താൽ മതി കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കടുവും അതുപോലെ വറ്റൽമുളകും ഒക്കെ കൂടെ കുറച്ചുകൂടി ഒന്ന് ചെറിയ ഉള്ളിയും കൂടെ താളിച്ച് ചേർത്തെടുത്താൽ നല്ല അടിപൊളിയായിട്ടുള്ള കൊഞ്ച് തീയൽ തയ്യാറാണ് കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. കൊഞ്ചൊക്കെ കിട്ടുന്ന സമയത്ത് ഇന്ന് നമ്മൾ ഒരുപോലെയല്ലേ വെക്കുന്നത്, ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കേ. എങ്ങനെയുണ്ടെന്ന് അറിയാലോ.